ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി പോകരുത്. ഇത് ഇന്ന് മഗ്‌രിബോട് കൂടെ മുഹറം 10 ആരംഭിക്കുകയാണ്. മുഹറം 10 നാളത്തെ മഗ്‌രിബോട് കൂടെ അതിനിടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്താൽ ഈ വർഷം മുഴുവനും ഈ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളുണ്ട്. ഇത് കേവലം പറയുക മാത്രമല്ല, ഇത് സ്വഹാബികൾ ചെയ്തു, അവർക്ക് അനുഭവമുണ്ട്. താബിഉകൾ ചെയ്തു, അവർക്ക് അനുഭവമുണ്ട്. തബഉ താബിഉകൾ ചെയ്തു, അവർക്ക് അനുഭവമുണ്ട്. അതിനുശേഷം വന്ന എല്ലാ സൂഫിയാക്കളും ഔലിയാക്കളും ആലിമീങ്ങളൊക്കെ ചെയ്തു, അവർക്കൊക്കെ അനുഭവമുണ്ട്. ഈ കാര്യം ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചത്. ഇത് ഞാൻ എല്ലാ വർഷവും പറയാറുണ്ട്, നിങ്ങളൊക്കെ കേൾക്കാറുണ്ട്, നിങ്ങളൊക്കെ ചെയ്തു എന്ന് അറിയിക്കാറുണ്ട്. ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് മഗ്‌രിബോട് കൂടെ തുടങ്ങി നാളെ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാനുള്ള അവസരമില്ല. പിന്നെ ഇത് ചെയ്യാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞാൽ പിന്നത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്യാം. പക്ഷേ ഈ മുഹറം 10 ചെയ്താൽ ലഭിക്കുന്ന ആ ഗുണങ്ങളൊന്നും മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്താൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇത് ഇന്നത്തെ മഗ്‌രിബോട് കൂടെ ആരംഭിച്ച് നാളെ മഗ്‌രിബിൻ്റെ ഉള്ളിൽ മുഹറം 10 ആ സമയത്തിൽ ചെയ്ത് തീർക്കണം. വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചെയ്താലോ വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒന്നും വെറുതെ പറയല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. ഈ വിനീതൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അന്ന് മുതൽ ചെയ്തു വരുന്നു. അതിൻ്റെ അനുഭവം കൃത്യമായി ബോധ്യപ്പെട്ടു മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുകയാണ്. നമുക്കിത് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ അതിനാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ വസ്സഅ അലാ ഇയാലിഹി വ അഹ്ലിഹി യൗമ ആശൂറ. മുഹറം 10 എന്ന് പറയുന്ന ആശൂറയിൻ്റെ ദിനത്തിൽ ആരെങ്കിലും അവരുടെ കുടുംബത്തിന് വിശാലത ചെയ്താൽ, വസ്സഅല്ലാഹു അലൈഹി സായിറ സനതി, ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശാലത നൽകും. ആരാണോ വിശാലത നൽകുന്നത് അവർക്ക് വിശാലത നൽകും. അപ്പം നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും കുടുംബത്തിന് മുഹറം 10 അന്ന് വിശാലത ചെയ്താൽ ആ ചെയ്ത ആൾക്ക് അള്ളാഹു ആ വർഷം മുഴുവനും അവൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും, പേടിക്കേണ്ടതില്ല എന്നുള്ളത്. ഈ ഹദീസ് അങ്ങ് കേട്ടപ്പോൾ സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. നല്ലൊരു അനുഭവമാണല്ലോ ഇത്, അതുകൊണ്ട് വലിയ സന്തോഷമായി. അപ്പോൾ സ്വഹാബാക്കൾ എന്ത് ചെയ്തു? ഇത് കൃത്യമായിട്ട് പരീക്ഷിച്ചു മനസ്സിലായി. സ്വഹാബാക്കൾക്ക് ഇത് റെഡിയാണ്, ഇത് അനുഭവമാണ് എന്നുള്ളത്. എത്ര സ്വഹാബാക്കൾ പരിശോധിച്ചു നോക്കി, ഒരുപാട് സ്വഹാബാക്കൾ പരിശോധിച്ചു നോക്കി, അവർക്കൊക്കെ അനുഭവമുണ്ട്. താബിഉകൾ, സ്വഹാബാക്കൾക്ക് ശേഷം വന്ന താബിഉകൾ, അവർ പരീക്ഷിച്ചു നോക്കി, അവർക്ക് അനുഭവമുണ്ട്. മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ജീവിച്ചിരുന്നൊരു സ്വഹാബി വര്യനാണ്. ജാബിർ റളിയല്ലാഹുവിൻ്റെ വന്യരായ പിതാവ് യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹു വിളിച്ച് പറയുന്നുണ്ട്, മോനെ ജാബിർ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്, ചിലപ്പോൾ ഞാൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയേക്കില്ല, വഫാത്തായി ഷഹീദായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പെൺമക്കളെ, നിൻ്റെ പെങ്ങളെ നന്നായി നോക്കണം, അവർക്ക് നല്ല ജീവിതം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വസിയത്ത് ചെയ്ത് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് യുദ്ധത്തിലേക്ക് പോയി. ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് യുദ്ധത്തിൽ വഫാത്താകുകയാണ്. അങ്ങനെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അങ്ങേയറ്റത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായിരുന്നു. ജാബിർ റളിയല്ലാഹു വിവാഹം വരെ കഴിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച് ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരാളാണ് വിവാഹം കഴിക്കുന്നത്, പെങ്ങന്മാരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ന് നോക്കണം നിങ്ങൾ. ഞാനിത് പരീക്ഷിച്ചു നോക്കി, ജറബ്നാഹു ഫവജദ്നാഹു, ഞാനിത് പരീക്ഷിച്ചു നോക്കിയിട്ട് എനിക്കിത് ബോധ്യപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടങ്ങളും എൻ്റെ എല്ലാ പ്രതിസന്ധികളും നീങ്ങിക്കിട്ടി.
ഞാനിതിങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം, എൻ്റെ ജീവിതത്തിൻ്റെ വിഷയം, എൻ്റെ സാമ്പത്തിക വിഷയം, എല്ലാത്തിലും എനിക്ക് വലിയ ബറക്കത്തുണ്ടായി, എനിക്ക് ഖൈറുണ്ടായി എന്ന് പറയുന്നത് മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നോക്കൂ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ വലിയ ഗുണം ഉണ്ടാവുമെന്ന്. സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ഇത് മുഹറം 10 കുടുംബത്തിന് വിശാലത ചെയ്തു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുക്ക് അത് അനുഭവം കിട്ടി. മനസ്സിലായില്ലേ? അനുഭവം കിട്ടി, അതായത് പരീക്ഷിച്ചു ഫലം കിട്ടി എന്നുള്ളത്. ഇനി നോക്കൂ, മഹാനരായ ഇത് മുജറബാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാനരായ സുഫിയാൻ ബിൻ ഉയൈന. ആരാണ് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു എന്നറിയോ? മദ്ഹബിൻ്റെ ഇമാമായ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വന്യരായ ഗുരുവര്യരാണ്. ആ ഷാഫി ഇമാമിൻ്റെ ഉസ്താദ് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനിത് 50-60 വർഷം ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഞാനിത് പരീക്ഷിച്ചു നോക്കി, ഞാനിത് ചെയ്തു നോക്കി. എത്ര വർഷം? 50-60 വർഷം. എന്താണ് ചെയ്തു നോക്കുന്നത്? മുഹറം 10 കുടുംബത്തിലുള്ളവർക്ക് വിശാലത ചെയ്തു നോക്കി. അങ്ങനെ വിശാലത ചെയ്തു നോക്കിയിട്ട് എനിക്കതിൽ അനുഭവമുണ്ട് എന്ന് പറയുന്നത് മഹാനരായ സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു ആണ്. ഈ കേവലം 1-2 സ്വഹാബാക്കൾ മാത്രമല്ല, ഒരുപാട് സ്വഹാബാക്കൾ ഇങ്ങനെ അനുഭവം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ജറബ്നാഹു 40 ആമൻ ഫലം യതഖല്ലഫ്, ഞാൻ 40 വർഷം ഇത് ചെയ്തു നോക്കിയിട്ട് എനിക്കിതിൻ്റെ അനുഭവം ഉണ്ടെന്ന് മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സ്വഹാബി വര്യനാണ്. ഇങ്ങനെ ഇനിയും ഒരുപാട് ഇമാമുമാരുടെ ഇത് പറയാനുണ്ട്. ഞങ്ങളൊക്കെ ഇത് ദർസിൽ പഠിക്കുന്ന കാലയളവിൽ തന്നെ നമ്മുടെ ഉസ്താദുമാർ നമുക്കിത് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ ഇത് ശീലിച്ചു വരികയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് കുടുംബത്തിന് വിശാലത ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ ആ വർഷം മുഴുവനും അനുഭവമുണ്ട്. എനിക്കും ഇതേപോലെ വർഷങ്ങൾ പറയാൻ അനുഭവമുണ്ട്. ഞാനൊരു അറിവില്ലാത്ത, ഇൽമില്ലാത്ത ഒരു സാധുവായ ആളായതുകൊണ്ട് എന്നെക്കൊണ്ട് ഞാനതൊന്നും പറയാൻ അർഹതയുള്ളവരല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനൊക്കെ പറയാൻ അർഹത ഉണ്ട് അല്ലേ? ജാബിർ സ്വഹാബി വര്യനാണ്. താബിഈങ്ങളാണ് അവരൊക്കെ, അവർക്കൊക്കെ പറയാനുള്ള അർഹത ഉണ്ട്. നമ്മൾ ഈ ആഖിർ സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളും പാപങ്ങളൊക്കെ ചെയ്ത ഒരു ഇബാദത്തും അമലൊക്കെ കുറഞ്ഞവരല്ലേ നമ്മളെങ്ങനെ? ഞാനൊക്കെ 2-3 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇത് ചെയ്തു നോക്കിയിട്ട് എനിക്കും അനുഭവം ഉണ്ടെന്നൊക്കെ പറയാൻ അർഹത ഇല്ലാത്തതുകൊണ്ട് പറയാതിരിക്കണം. എന്നാലും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കിത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ അനുഭവം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ചെയ്യാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അതിൻ്റെ മുമ്പത്തെ വർഷവും ചെയ്യാൻ സാധിച്ചു. അതിലൊക്കെ അള്ളാഹു വലിയ ഗുണങ്ങളെ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് ചെയ്തു നോക്കൂ. കഴിഞ്ഞ വർഷമൊക്കെ ഇത് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചവരൊക്കെ ഒന്ന് അറിയിക്കണേ. ഇത് ആദ്യമായിട്ടൊന്നല്ലേ കേൾക്കുന്നത്, നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവരായിരിക്കും എന്ന് മനസ്സിലാക്കും, നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ വലിയ ഗുണം ലഭിക്കും. എന്താ ചെയ്യേണ്ടത്? കുടുംബത്തിന് വിശാലത ചെയ്യുക. അപ്പോൾ നോമ്പാണ്, വിശാലത ചെയ്യാൻ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പറ്റുള്ളൂ, അത്താഴത്തിൻ്റെ സമയത്ത് അതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ മുഹറം 10 അന്നത്തെ നോമ്പ് തുറയിലേക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മിഠായി കൊടുത്ത് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ എല്ലാവരും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദിവസം എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കിതാബുകളിലൊക്കെ കാണാം, ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അഥവാ ഇനി ആർക്കും അങ്ങനെ ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ല, ഈ വിശാലത ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അതേപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൽയുഹസിൻ ഖുലുഖ, അവനവൻ്റെ സ്വഭാവം നന്നാക്കി നല്ല മിതമായി മൃദുലതയോടുകൂടെ സൗമ്യമായിട്ട് കുടുംബങ്ങളോട് പെരുമാറട്ടെ എന്ന് മുഹറം 10 അന്ന്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ പെരുമാറുണ്ട്. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ പോലും അത് മുഹറം 10 അന്ന് വിശാലത ചെയ്തതിൻ്റെ പരിധിയിൽപ്പെട്ട് ആ കാരണം കൊണ്ട് ആ വർഷം മുഴുവനും അള്ളാഹു അവൻ്റെ കാര്യം നോക്കിക്കിട്ടാൻ അതൊരു കാരണമാകുമെന്ന് ഇമാമുമാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക, അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക, വസ്ത്രം കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക. എന്താണോ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്,
എന്താണോ ശാരീരികമായിട്ട് മാനസികമായിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തു കൊടുക്കുക. അള്ളാഹു ഒരു വർഷം നോക്കും എന്നുള്ളത് ഉറപ്പാണ്. ആരാണ് ചെയ്തു കൊടുക്കുന്നത് അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഇമാമുമാരുടെ അനുഭവമാണ്, സ്വഹാബിമാരുടെ അനുഭവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവരൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ലഭിച്ചതാണ്. ഈ വിനീതനും അതിൻ്റെ അനുഭവമുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, മുഹറം 10 അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ വലിയ രക്ഷകൾ എത്രയോ പ്രധാനപ്പെട്ട ആളുകൾക്ക് നൽകി. നമുക്കൊക്കെ അറിയാം, മഹാനരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്, ഫിറഔനും സംഘമൊക്കെ നശിച്ചു പോയത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്, വനജാത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം മിനന്നാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിൽ നിന്ന് തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു വലിയ രക്ഷ നൽകിയത്, വഖുറൂജി യൂനുസ മിൻ ബത്നിൽ ഹൂത്ത്, മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷ ലഭിച്ചത്, വറദ്ദ ബസരി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വറദ്ദി ബസരി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ചശക്തി തിരിച്ചു ലഭിച്ചത് വൈദാലിക്ക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത് പരിശുദ്ധമായ മുഹറം 10 ദിവസത്തിലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു നൽകിയത്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയത്. എത്രയോ ഇമാമുമാർ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ ലഭിച്ചത് പരിശുദ്ധമായ മുഹറം 10 ദിവസത്തിലാണ്. അതുകൊണ്ട് ആ ദിവസം നമുക്ക് പരിഗണിക്കണം, നെവർ മൈൻഡ് ആക്കരുത്, അവഗണിക്കരുത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളിത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. മുഹറം 10 അന്ന് വിശാലത ചെയ്യുക. അത് എങ്ങനെയാണോ, മനസ്സുകൊണ്ടാണെങ്കിൽ അങ്ങനെ, പെരുമാറ്റം കൊണ്ടാണെങ്കിൽ അങ്ങനെ, അന്ന് ആരോടും കോപിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, അസഭ്യം പറയാതിരിക്കുക. ഒരു ദിവസം പറയരുത്, അന്ന് പ്രത്യേകിച്ച് പറയരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ചെയ്യാൻ തയ്യാറായവരൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകളൊന്ന് എഴുതി അറിയിക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹറം 10 അന്നൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളും ഔറാദുകളൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു PDF, ഏത് സാധാരണക്കാർക്കും വായിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് അറബിയൊന്നും അറിയില്ലെങ്കിലും നേരിക്ക് നോക്കി വായിക്കാൻ പറ്റുന്ന നല്ല ഹർക്കത്തിട്ട PDF നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. എന്തിനാണ് അവിടെ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ, അവിടെ അപ്ലോഡ് ചെയ്തൊന്നും ഡിലീറ്റ് ആയി പോവില്ല. അപ്പോൾ നിങ്ങളതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതെടുത്ത് നോക്കാം, ഡിലീറ്റ് ആയി പോവില്ല. അതേപോലെ തന്നെ ഓരോരുത്തരും എന്നോട് വന്നിട്ട് ഈ PDF അയച്ചുതരുമെന്ന് ചോദിച്ചാൽ ഇത് അയച്ചു തരാൻ ടൈമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പ്രായമുള്ളവർക്കൊന്നും കേട്ടാൽ മനസ്സിലാവില്ല. വേറെ ഓപ്ഷനില്ല, ഓരോരുത്തർക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലൊരുപാട് PDF കിട്ടും. നല്ല കളർഫുള്ളായിട്ടുള്ള, വായിക്കാൻ നല്ല സുഖം കിട്ടുന്ന മൗലിദിൻ്റെ ഒരു വലിയ PDF അതിലുണ്ട്. ഒരുപാട് പേജുകളുണ്ട്, അതിലില്ലാത്തൊന്നുമില്ല. അതിൽ മടവൂർ തവസ്സുൽ ബൈത്തുണ്ട്, ബുർദുണ്ട്, അതേപോലെ തന്നെ പ്രധാനമായി ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മൗലിദ്, മങ്കൂസ് മൗലിദ്, മൊഹിയുദ്ദീൻ മൗലിദ്, ബദർ മൗലിദ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ മൗലിദുകൾ, പ്രധാനപ്പെട്ട ദുആകൾ, നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ചെല്ലേണ്ട, വാഹനത്തിൽ കയറുമ്പോഴൊക്കെ ചെല്ലേണ്ട തുടങ്ങിയ പ്രധാനപ്പെട്ട ദിക്റുകൾ, അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന PDFകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതിൽ നോക്കി വായിക്കാം, എല്ലാം പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇത്തരം നന്മ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.